നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. കാരണം ഇനിയിപ്പൊ തനിക്കൊരു ഓപ്ഷൻ ഇല്ല. ശ്രുതിയോട് കാര്യങ്ങളൊക്കെ നവീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തന്റെ കാര്യം തീർന്നു തന്നെ. അപ്പൊ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഇവൻ എങ്ങനെയല്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ പോ, നമുക്ക് എന്തേലും ചെയ്യാന്ന് പറയണം. അങ്ങനെ എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് തരണം. ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന് എല്ലാം തരണം. തന്നേ മാത്രമേ ഞാൻ പോവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിന്റെ ഭർത്താവ് വന്നു കഴിയുമ്പോൾ അയാളെ കണ്ടിട്ടാ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയണം. സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുമെന്ന് പറയാം. അയാളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടതായിട്ട് വന്നു ശ്രുതിക്ക്. പിന്നീട് ശ്രുതി എന്ത് ചെയ്യണം, അയാൾ പറഞ്ഞ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ അതൊക്കെ കയറ്റി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് സുതി അങ്ങോട്ടേക്ക് വരുന്നത്. സുതി വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഓ രക്ഷപ്പെട്ടു, ഇന്ന് ഒരു 2-3 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ച് സന്തോഷത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. സുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഞെട്ടിപ്പോയി. ദൈവമേ, ഇനിയിപ്പോൾ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. പെട്ടെന്ന് സുതി വന്നിട്ട് എന്ത് ചെയ്യാണ്, ഡ്രോമേശ വലിച്ചു തുറന്നിട്ട് അതിനകത്ത് ക്യാഷ് നോക്കുകയാണ്. നോക്കി കഴിഞ്ഞപ്പോൾ ക്യാഷ് കണ്ടില്ല. അല്ല, എന്തേ ഇത്രയും രൂപയുടെ സാധനങ്ങളൊക്കെ പോയിട്ട് ഇതേ ഈ മേശവലിപ്പിനകത്ത് ക്യാഷ് കാണുന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ക്യാഷ് ഇല്ലാന്ന് പറയണം. ക്യാഷ് ഇല്ലേ? ഓ അപ്പൊ അക്കൗണ്ടിലായിരിക്കും തന്നിരിക്കുന്നല്ലേന്ന് ചോദിക്കാം. അക്കൗണ്ടിലും ഇല്ലാന്ന് പറയണേ. അക്കൗണ്ടിലല്ലേ? പിന്നെ നീ എന്താ വെറുതെ എടുത്ത് കൊടുത്തോന്ന് നിൽക്കും. അല്ല, അത് EMI ആയിട്ട് ഇട്ട് കൊടുത്തെന്ന് പറയണേ. EMI ആയിട്ട് ഇട്ട് കൊടുത്തോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലായിരുന്നു അങ്ങനെ നമ്മൾ കൊടുക്കത്തില്ലാന്ന്. പിന്നെ നീ എന്തിനാ, നമ്മളായിട്ട് എടുത്ത തീരുമാനമല്ലായിരുന്നോ? അപ്പൊ നീ എന്തിനാ പിന്നെ അങ്ങനത്തെ പരിപാടി ചെയ്തേന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്കറിയാവുന്ന ഒരു കസ്റ്റമറാ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിനാന്ന് പറയണം. എന്നും പറഞ്ഞോണ്ട് നീ അങ്ങനെ അങ്ങ് ചെയ്യാൻ പാടുണ്ടോ ശ്രുതി എന്ന് ചോദിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ഇതെന്താ, എനിക്കൊരു തീരുമാനം എടുക്കാൻ പാടില്ലേ? എനിക്കറിയാവുന്നവരാ, അവര് കൃത്യമായിട്ട് പൈസയൊക്കെ തന്നോളും, EMI അടയ്ക്കുകയൊക്കെ ചെയ്തോളും. പിന്നെ എന്താ കുഴപ്പമിരിക്കണം എന്ന് ചോദിക്കുക. എന്നാലും നീ ചെയ്ത് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തുവാണ്. ശ്രുതി പറഞ്ഞു, ഓഹോ അപ്പൊ എനിക്ക് ഈ കടയിൽ യാതൊരു പങ്കുമില്ലേ? ആയിക്കോട്ടെ, അന്നൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ അവരെ വിളിച്ചിട്ട് ഞാൻ പറയാം ആ സാധനങ്ങളൊക്കെ ഇവിടെ തിരിച്ചു കൊണ്ടിടാനായിട്ട്. അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതിക്ക് സമാധാനം ആവുമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അയ്യോ വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളെന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, ഇനി അവരെ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ഞാൻ അടച്ചോളാം, സമാധാനമായില്ലേ ശ്രുതിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ശ്രുതി കുറച്ച്, ദൈവമേ ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, താൻ പറഞ്ഞു കുറച്ച് കൂടിപ്പോയോ എന്നൊരു ചിന്തയൊക്കെ ശ്രുതിയുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ ശ്രുതിയുടെ കള്ളത്തരങ്ങള് ശ്രുതിക്ക് മനസ്സിലായില്ല. എന്താണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട്. ശ്രുതി പുറത്തിറങ്ങിയ ഉടനെ നേരെ മീരയെ വിളിക്കുകയാണ്. മീരയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം. എന്താ കാര്യം? നീ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ ശ്രുതി മീരയെ വിളിച്ചു. ശ്രുതിയുടെ അടുത്തേക്ക് മീര വന്നു ചോദിച്ചു, എന്താ കാര്യം, നീ എന്തിനാ വിളിച്ചെന്നൊക്കെ ചോദിക്കുക. ഒന്നും പറയണ്ട, ആകെപ്പാടെ പൊല്ലാപ്പ് പിടിച്ചിരിക്കുവാന്ന് പറയണം. അവനുണ്ടല്ലോ ആ നവീൻ കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാന്ന് പറയണ. അവൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? അവൻ എന്ത് ചെയ്തെന്നോ, അവൻ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ കടയിൽ നിന്ന് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം വാങ്ങിച്ചിട്ട് പോയ കാര്യം പറയാണ്. ഒരു 3-4 ലക്ഷം രൂപയുടെ. ഇനിയിപ്പൊ അതെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പൊ ക്യാഷ് തന്നില്ല. ഞാൻ സുധിയോട് പറഞ്ഞു EMI ആന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം മാസം ഞാൻ ആ ക്യാഷ് അടയ്ക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണ. നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ ശ്രുതിന്ന് ചോദിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവൻ എന്റെ കള്ളത്തരങ്ങളൊക്കെ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പിടിച്ചു നിൽക്കേണ്ടതെന്ന് ചോദിക്കാം. നല്ല കഥയായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ശ്രുതി നേരത്തെ പിച്ചച്ചട്ടി എടുത്തോണ്ട് ക്ഷേത്രത്തിന്റെ അവിടെ പോയിരുന്നില്ലേ, അതുപോലെ ഇരിക്കും. ഈ പറയുന്ന നവീന് മുതലാളിയായിട്ട് കസേര കയറി ഇരിക്കുകയും ചെയ്യുമെന്ന് പറയണ. കടയിലെ സാധനങ്ങളൊക്കെ അവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറയാം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാം. പരിഹാരമോ? എന്ത് പരിഹാരം? എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് ഇങ്ങനെ മീര ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു പരിഹാരം ഉണ്ടെന്ന് പറയണേ. എന്ത്? അവനിട്ട് നമുക്കൊരു കൊട്ടേഷൻ കൊടുക്കാന്ന് പറയണം. കൊട്ടേഷനോ? അതെ, നമുക്ക് ഇന്നാൾ അവന് കിട്ടിയില്ലേ, അതുപോലെ തന്നെ അവനെ കോമയിലേക്ക് അങ്ങോട്ട് ആക്കാം. അവൻ ഇനി ഒരു കാരണവശാലും എഴുന്നേറ്റ് വരില്ല. അങ്ങോട്ട് പണി കൊടുക്കാന്ന് പറയാം. അതിനിപ്പോ ആരെ കൊണ്ട് അങ്ങനെ പണി കൊടുക്കാൻ പറ്റുന്നേ? അല്ല, നമ്മൾ പലിശയ്ക്ക് പൈസ മേടിച്ച ആ ആന്റണി ഉണ്ടല്ലോ, അവൻ ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യുന്ന. പലിശയ്ക്ക് പൈസ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ഇങ്ങനെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അങ്ങനെയാണ് ശരി, എത്ര രൂപ പോയാലും കുഴപ്പമില്ല, എന്താണെങ്കിലും ഇവന് കൊടുക്കുന്നേക്കാളും ഭേദമല്ലേ, ഇവന്റെ കാര്യം ഒന്ന് തീർത്ത് കളഞ്ഞേക്കാന്ന് പറയണം. അല്ല, നീ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? കൊല്ലുമൊന്നും വേണ്ട, കൈയും കാലും ഒക്കെ ഒടിച്ച് അവിടെ കിടന്നാൽ മതി, അവൻ ഈ ജീവിതത്തിൽ എഴുന്നേറ്റ് വരില്ലെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആന്റണിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. വർഷ അടുക്കളയിലേക്ക് വന്നിട്ട്, രേവതിച്ചി എനിക്കൊരു ചായ എടുത്തു തരാന്ന് ചോദിക്കുക. എന്താ ഇപ്പൊ തരാലോ എന്ന് പറയണം. പിന്നീട് രേവതിയോട് ചോദിച്ചു, അല്ല
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ചേച്ചിക്ക് ഒരു വിഷമം ഇല്ലെന്ന് ചോദിക്കും. എന്ത് വിഷമം? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ നടന്നേലേ, സച്ചിയേണ്ണൻ അങ്ങനെ പറഞ്ഞു, പിന്നെ അമ്മയൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു ചേച്ചിനെ കുറിച്ച്. പക്ഷെ അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ചേച്ചിക്ക് ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലേ? ഇതേ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരിക്കണം, പണ്ട് ഞാൻ വീട്ടിൽ പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എടുത്തടിച്ചൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതിയോട് വർഷ പറഞ്ഞു, എന്നാ ചേച്ചിക്ക് ഒരു കാര്യം ചെയ്യാൻ മേലായിരുന്നോ? ചേച്ചിക്ക് എതിർത്തെങ്കിലും രണ്ട് വാക്ക് പറയാൻ മേലായിരുന്നു ചോദിക്കുകയാണ്. രേവതി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം. പറയാൻ വന്ന പോലെയൊക്കെ പറയും, പിന്നെ കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കുമാണ് ചന്ദ്രമതി അടുക്കളയുടെ അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോൾ രേവതിയും വർഷയും കൂടെ സംസാരിക്കുന്നത് കേട്ടു. ഓ, എന്താന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് ഒളിഞ്ഞു നിൽക്കുകയാണ്. അത് അവരുടെ ഒരു സ്വഭാവമാണല്ലോ, ഒളിഞ്ഞു നിന്ന് കേൾക്കാന്ന് പറഞ്ഞാല്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ചേച്ചിയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ വെറുതെ ഒന്നും എൻ്റെ വീട്ടിലേക്ക് പോകത്തില്ല. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ശ്രീകാന്തിന്റെ മൂക്കിടിച്ച് പരത്തിയിട്ടാ പോളെന്ന് പറയണേ. അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കും. പിന്നല്ലാതെ വെറുതെ അങ്ങനെ വിടാൻ പറ്റുമോന്ന് ചോദിക്കും. അപ്പം ഞാനാ രേവതിയുടെ അല്ല, ഞാനാണ് ശ്രുതിനെ എന്തെങ്കിലും പറഞ്ഞെങ്കിലോ? ആ, ചേച്ചി എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പല്ല് നഖം ഉപയോഗിച്ച് ഞാൻ എതിർക്കൂന്ന് പറയണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, അങ്ങനെയാണ് ഇവിടുത്തെ അമ്മ എന്തേലും പറഞ്ഞാലോ? അമ്മ പറഞ്ഞാലോ? അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുഖത്ത് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കും. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാനേ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചട്ടകം കൊടുത്ത് ഗ്യാസിലിന്റെ അവിടെ കൊണ്ടുപോയി വെക്കുവാണ്. ഇത് ചട്ടകം നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കും. എന്നിട്ട് ആന്റിയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് വെക്കൂന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തു നിന്ന് ചന്ദ്രമതി ചെട്ടി. ഈ പറയുന്ന രേവതിയെ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കൂന്നൊക്കെ പറഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഒട്ടിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നീട് വർഷം അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, എടി നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? എനിക്കിട്ട് നല്ല പണി തരുമല്ലേന്ന് ചോദിക്കും. ഞാനോ? ഞാൻ എന്താ അമ്മയെ കാണിച്ചെന്ന് ചോദിക്കും. നിനക്കൊന്നും അറിയത്തില്ലല്ലേന്ന് ചോദിക്കാണ്. എന്ത്? ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറയണം. എടി നീ വെറുതെ കള്ളത്തരം പറയണ്ട. നീ വർഷയോട് എന്താടി പറഞ്ഞു കൊടുത്തെന്ന് ചോദിക്കുക. ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയാം. എനിക്കറിയാം നീ വർഷ എനിക്കെതിരെ തിരിക്കുവല്ലേ. എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാനായിരുന്നു പ്ലാൻ അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അമ്മയ്ക്ക് വെറുതെ ഓരോന്നൊക്കെ തോന്നുന്ന, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് പറയണ. പിന്നെ വർഷ പറഞ്ഞ അത് വർഷ വെറുതെ തമാശന് പറഞ്ഞ എന്നും പറഞ്ഞോണ്ട് വർഷ അങ്ങനെയൊക്കെ കാണിക്കുമോന്ന് ചോദിക്കണം. പിന്നെ ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക്. പിന്നീട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം രേവതി എടുത്തു, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? വെറുതെ ഇല്ലാത്ത കാര്യമൊക്കെ മനസ്സിലിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഓരോന്നിങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ രേവതി വിചാരിക്കുവാണ്. ആ സമയത്ത് ആന്റണി കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്, ശ്രുതിയും മീരയും കൂടെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ആന്റണി ചോദിച്ചു, ആഹാ എന്താ വീണ്ടും പൈസ വല്ലതും മാക്കിയാണോ? എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുണ്ടല്ലോ എൻ്റെ ഒരു നല്ല കസ്റ്റമർ തന്നെയാണെന്ന് ശ്രുതിയോട് പറയണം. കാരണം കൃത്യസമയത്ത് തന്നെ പലിശ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും മീര ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കുറച്ച് പൈസ തരാൻ പറയണം. ആ സമയം ആന്റണിച്ചു, നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടോന്ന് ചോദിക്കും. മീര പറഞ്ഞു, പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അല്ല പിന്നെന്താ ഇപ്പൊ വന്നേന്ന് ചോദിക്കുക. അത് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. കാര്യമോ? അതെ. അല്ല നിങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ്, ഈ പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവല്ലായിരുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ടിപ്പോ ആന്റണി ചോദിച്ചു, ഓഹോ അപ്പൊ അത് ചോദിക്കാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അല്ല അതുകൊണ്ടല്ല, പിന്നീട് ശ്രുതിനെ നോക്കണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് പറയണം. ഉപകാരോ? അതെ, കുറച്ച് നാളുകളായി ഒരുത്തർ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യുക. അവന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണം. പൈസ എത്ര രൂപ വേണമെങ്കിലും തരാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ആന്റണി വെച്ചു, ആഹാ അത് കൊള്ളാലോ, ഒരുത്തർ അങ്ങനെ പിന്നാലെ കടന്ന് വെറുതെ ശല്യപ്പെടുത്തില്ലല്ലോ, എന്തേലും ഒരു കാരണം കാണുമല്ലോ എന്ന് പറയണം. അല്ല കാരണം എന്താ? അതെന്താന്ന് ആദ്യം അറിയട്ടെ. നിങ്ങളെ അയാള് ഏത് രീതിയിലാണ് ഉപദ്രവിക്കാൻ വന്നേ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഓഹോ ഇത് കൊള്ളാലോ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു തന്നാൽ മതി, അറിയാലോ. ഇനിയിപ്പോ കാരണം സാധ്യത അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വല്ല പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ പോരെ, നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം മേരി ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യം. പക്ഷെ ശ്രുതി സമ്മതിച്ചില്ല. കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നവീനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവീൻ വള്ളി പുള്ളി വിടാതെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ള ഒരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ടാണ് ആന്റണിയെ കാണാൻ വന്നത് തന്നെ. പിന്നീട് ആന്റണി തന്റെ ഫ്രണ്ടിനെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ശരി അങ്ങനെ ആട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. അല്ല അവൻ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുകയാണ്. അവന് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, അവന്റെ ഫോട്ടോ വല്ലതൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്.
ഫോട്ടോ ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണെന്ന് കാണിക്കാൻ പറയണം. പെട്ടെന്ന് ശ്രുതി എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ ഫോണിനകത്ത് എടുത്തങ്ങോട്ട് കാണിക്കുവാണ്. ആഹാ, ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതോ വലിയ ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്നവനെ പോലെ ഉണ്ടല്ലോ, ഭയങ്കര ഗെറ്റപ്പാണല്ലോ എന്ന് പറയണം. ആ, കാര്യം വലിയ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെയാ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. ശരിയെന്നാ നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവനെ വിളിച്ച് കാര്യമായിട്ട് കണ്ടോളാന്ന് പറയണം. പിന്നെ തീർക്കണ്ടല്ലോ, അതൊന്നും വേണ്ടാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മീര് വെച്ചു, അല്ല പൈസയുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, അതെന്താളും ഇപ്പൊ വേണ്ടാന്ന് പറയാണ്, നിങ്ങൾ പോയിക്കോളാൻ പറയാം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആന്റിയുടെ ഫ്രണ്ട് ചോദിച്ചു, അതെന്താടാ പൈസ വാങ്ങാത്തെന്ന് ചോദിക്കാം. അതെ, ഇവളാരാന്ന് മനസ്സിലായില്ലേ? ആ സച്ചിയുടെ ചേട്ടന്റെ ഭാര്യയാണ്. ഈയിടെയായിട്ട് ഈ പറയുന്ന ശരത്ത് പോലും എന്നോട് അത്ര താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെയാണ് ഇവളെ വെച്ച് നമുക്കൊരു കളി കളിക്കണം എന്ന് പറയാം. അതാണ് ഞാനിപ്പോൾ പൈസ പോലും മേടിക്കാത്ത. ഇവൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചെയ്തു തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാന്ന് പറയണം. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേന്ന് ചോദിക്കാം. പിന്നീട് പറഞ്ഞു, അതെ അവളോട് നമ്പർ ചോദിച്ചില്ലായിരുന്നു ചോദിക്കും. ആ, നമ്പർ ചോദിച്ചായിരുന്നു. എടാ ഒരു കാര്യം ചെയ്യാം, നീ ആ നമ്പറിലേക്ക് വിളിക്കാവൻ്റെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, കൂട്ടുകാരൻ അവനെ വിളിക്കുകയാണ്, നവീനെ വിളിക്കുകയാണ്. എന്നിട്ട് വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്കൊന്ന് വരാനായിട്ട് പറയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നവീൻ അങ്ങോട്ടേക്ക് വന്നു. നവീൻ വന്നിട്ട് നോക്കിയപ്പോൾ ഒരു ചിട്ടി കമ്പനി പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത്. പിന്നീട് നവീൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഇങ്ങോട്ട് എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളാണ് വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. ഞാനല്ല, കയറി വരാൻ പറയണം. അങ്ങനെ ആന്റിയുടെ അടുത്തേക്ക് കൂട്ടുകാരൻ കൊണ്ടുവരുവാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി അവിടെ ഇരിക്കുന്നുണ്ട്. ആന്റണി അവനെ ഒന്ന് നവീനെ അടിമുടി നോക്കി. പിന്നീട് നവീൻ ചോദിച്ചു, അല്ല എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എനിക്കിവിടെ ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഞാൻ പലിശയ്ക്ക് പൈസയൊന്നും മേടിച്ചിട്ടില്ലോ, പിന്നെ എന്താ കാര്യം ചോദിക്കുവാണ്. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, കാര്യമൊക്കെ ഉണ്ടാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നിട്ട് അവന്റെ കാരണം നോക്കി നാളിനങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് നവീന്റെ. അല്ല നിങ്ങൾ എന്തിനാ എന്നെ തല്ലുന്നതെന്ന് ചോദിക്കണം. തല്ലുന്ന എന്തിനാ നിനക്ക് മനസ്സിലായില്ലേ? എടാ നീ പെണ്ണുങ്ങളെ പറയാൻ നടന്ന് ശല്യം ചെയ്യുമല്ലേന്ന് ചോദിക്കുക. പെണ്ണുങ്ങളെ പറയാൻ നടന്നോ? ഞാൻ ഒരു പെണ്ണുങ്ങളെ പറയാൻ നടന്ന് ശല്യം ചെയ്തിട്ടില്ലോ എന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയും. നീ എന്താ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. പിന്നെ അവനെ അവിടെ ഇട്ട് തല്ലുവാണ്. അവസാനം തല്ലുകൊണ്ട് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് രക്ഷയില്ലാതെ. കാരണം ഒരിടത്തും അവനും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഇവന്മാര് പുറകെ പോവാണ്. അപ്പത്തേനും നവീൻ ബൈക്ക് എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാ. പക്ഷെ അങ്ങ് വിടാനായിട്ട് കൂട്ടാക്കില്ല ആന്റണിയും കൂട്ടുകാരും. അവന്മാരും പുറകെ പോവാണ് പിടികൂടാനായിട്ട്. അങ്ങനെ പോണ സമയത്താണ്, നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് വഴിയെ വന്ന് ഒരമ്മച്ചിയുടെ ദേഹത്ത് ഇടിച്ചിട്ടിട്ടാണ് നവീൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സച്ചിയും മഹേഷും കൂടെ എല്ലാവരുടെ സ്കൂട്ടി ഓടിച്ചാണ് അങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് ഒരമ്മച്ചിയെ ഇടിച്ചിട്ടിട്ട് ഒരു ബൈക്ക് ചീറി പാഞ്ഞു പോകുന്നത് കണ്ടേ. പിന്നെ സച്ചി വെറുതെ ഇരിക്കുവോ? സച്ചി ആ പിന്നാലെ പായുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്.